ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മോക്ക് ഡ്രിൽ പോളിംഗ് ഇന്ന് നടക്കും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എംപിമാർക്കായാണ് വോട്ടെടുപ്പ്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ വിളിച്ചു ചേർത്ത് ഇന്ത്യ സഖ്യത്തിൻ്റെ അത്താഴ വിരുന്നും ഇന്ന് നടക്കും. റഷീദ്, ഒരുപക്ഷെ ഇന്ന് മോക്ക് പോള് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ രണ്ട് നേതാക്കളും രണ്ട് സ്ഥാനാർത്ഥികളും വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങളും അതുപോലെ തന്നെ ഊർജിതമായി നടത്തുകയും ചെയ്തു. എന്താണ് വിവരങ്ങൾ? സിജു, രാജ്യത്ത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഇരു മുന്നണികളും നീങ്ങിയിരിക്കുന്നത്. ഇന്ത്യ സഖ്യവും അതോടൊപ്പം NDAയും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ തന്നെയും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇരു സ്ഥാനാർത്ഥികളും എംപിമാരെയൊക്കെ തന്നെയും കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിൽ കൂടിയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ NDAയുടെയും അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിൻ്റെയും സ്ഥാനാർത്ഥികൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എംപിമാർക്കായിട്ടാണ് മോക്ക് ഡ്രിൽ പോളിംഗ് നടക്കുന്നത്. കേരളത്തിൽ നിന്നും C സദാനന്ദൻ മാസ്റ്റർ ആയിരിക്കും ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ MP എന്നുള്ള നിലക്ക് ഇന്ന് മോക്ക് ഡ്രിൽ പോളിംഗ് നടത്തുക. ഈ പോളിംഗുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ക്രമക്കേടുകൾ നടക്കുന്നില്ല. അതോടൊപ്പം ഈ പോളിംഗുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പരിചയപ്പെടുത്തുക എന്നതടക്കമുള്ള ഉദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇത്തരത്തിലൊരു മോക്ക് ഡ്രില്ലിന് കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എന്തായാലും 2:30 പാർലമെന്റിൽ വെച്ചാണ് ഈ മോക്ക് ഡ്രിൽ നടക്കുക. ശേഷം ഇന്ത്യ സഖ്യത്തിൻ്റെയും അതോടൊപ്പം NDAയുടെയും ക്യാമ്പയിനുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിൻ്റെ അത്താഴ വിരുന്ന് ഇന്ന് ഖാർഗെയുടെ വസതിയിൽ വെച്ച് നടക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ NDA സഖ്യം അവരുടെ പരിശീലനവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിനോടകം തന്നെ വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് NDA സഖ്യം ഉള്ളത്. നേരത്തെ നിരവധി വോട്ടുകൾ ഇവർക്ക് ലഭ്യമാകുമെന്നതടക്കമുള്ള സൂചനകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു മുൻതൂക്കം അത് NDA സഖ്യത്തിനാണെങ്കിൽ പോലും ഇന്ത്യ സഖ്യവും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. നിരവധി സഖ്യ കക്ഷികളെയും അതോടൊപ്പം NDAയുടെ ചില പാർട്ടികളെയും ഇന്ത്യ സഖ്യത്തിന് ഒപ്പം നിർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ ആത്മാവിന് വേണ്ടിയും തനിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡി കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അവസാന ഘട്ടം വോട്ട് നിലനിർത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇരു സ്ഥാനാർത്ഥികളും.